ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഓടുന്ന മത്സരം വെച്ചിരുന്നു. എന്നിട്ട് ആ ഓട്ട മത്സരത്തിൽ 1000 പേരെങ്കിലും ഉണ്ടാവും. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയോ? ഞാൻ പറയാം പിന്നെ എന്താ സംഭവിച്ചെന്ന്. ഒരു പ്രാവശ്യം ഗ്രാമത്തിൽ വന്ന കള്ളന്മാര് മോഷ്ടിച്ചു കൊണ്ടുപോയി. ജനങ്ങളെ കള്ളൻ ഒച്ചിട്ടു. പക്ഷെ കള്ളനോ വളരെ വേഗത്തിൽ ഓടിക്കളഞ്ഞു. ഞാനത് കണ്ടപ്പോ അവന്റെ പുറകെ ഞാനും വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനും ഓട്ടത്തിൽ ഭയങ്കര മിടുക്കനാണെന്ന്. അതെ അതെ, സാറ് പറഞ്ഞ ശരിയാ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ആദ്യം ഓടുന്ന സാറായിരിക്കും. എന്താ എന്താ നീ പറഞ്ഞതല്ലേ? അല്ലല്ല, ഞാനൊരു തമാശ പറഞ്ഞതാ സാറേ. പിന്നെ ഞാൻ കുറച്ചു മുമ്പ് എന്താണ് പറഞ്ഞോണ്ട് വന്നത്? ഞാൻ വളരെ വേഗത്തിൽ ഓടിയെന്ന്. ഭയങ്കര സ്പീഡിലാ ഓടിയത്. അങ്ങനെ ഞാൻ ഓടിയപ്പോ അതെ ഇത് കൊറേ നേരമായില്ല പറയുന്നു. ഇനി എന്താ സംഭവിച്ചെന്ന് പറയാ. അത്രയും വേഗത്തിൽ ഞാൻ ഓടിയപ്പോ ആ കള്ളനെ ഞാൻ കയ്യോടെ അങ്ങ് പിടിച്ചു. അപ്പൊ ഗ്രാമത്തിലുള്ളവരൊക്കെ വന്ന് ആ കള്ളനെ പിടിച്ച് ഇടിച്ച് അടിച്ച് അവനെ ചതച്ച് അവിടുന്ന് പൊക്കി കൊണ്ടുപോയി ജയിലിനകത്തിട്ടു. അതിനുശേഷം താങ്കൾ ബെഡിൽ നിന്ന് താഴെ വീണപ്പോഴേക്ക് ഉറക്കം പോയി. എന്തോ ശരിയല്ലേ ഞാൻ പറഞ്ഞ? ബെഡിൽ നിന്ന് താഴെയോ? ഉറക്കത്തിന് എണീറ്റു എന്നോ? എന്താ നീ പറഞ്ഞ്? അതിന് എന്റെ അടുത്ത് ബെഡൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ താഴെ വീണു? ഇവരൊക്കെ എന്നോട് എപ്പോഴും ഇങ്ങനെ തന്നെയാ പറഞ്ഞു തരണേ. പക്ഷെ ഇവരാരും ഒന്നും പറയുന്നില്ല. ഇതൊന്നും ശരിയല്ല. അങ്കിളിനെ ഇവര് പറയേണ്ടതല്ലേ? എടാ, അത് ഞാൻ ഇവിടെ ഇരുന്ന് ബടായി പറഞ്ഞതല്ല. ഇപ്പൊ പറഞ്ഞത് കഥയല്ല, സത്യമാണ്. പരിശുദ്ധമായ നഗ്ന സത്യം. ഹലോ ലഡ്ഡു സിംഗ്, ഓർമ്മയുണ്ടോ ഈ സ്വരം? ഓർമ്മ കാണില്ല, കുഴപ്പമില്ലെന്നേ. ഞാൻ ഓർമ്മപ്പെടുത്താം. പണ്ട് നമ്മളൊരു കളി കളിച്ചിട്ടുണ്ട്. ഈ തേജ് സിംഗിനെ ആർക്കും ജയിക്കാനാവില്ല. പണ്ടൊരിക്കൽ എന്നെ ഓടിച്ചിട്ട് പിടിച്ച കാര്യം ഓർക്കുന്നുണ്ടോ? എന്ത്? തേജ് സിംഗ് നീയോ? ഞാനിപ്പൊ നിന്നെ കുറിച്ച് എവിടെ പറഞ്ഞോണ്ടിരുന്നേ? ശരിക്കും നിനക്ക് ദീർഘായുസുണ്ട്. അല്ല, നിനക്ക് ആയുസ് കൂടുതൽ പാടില്ല. നീ ശരിക്കും കള്ളനല്ലേ? ആദ്യം ഇത് പറ, നീ ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്ന? വേദാസ് ഇന്റർനാഷണൽ ബാങ്ക് കൊള്ളയടിച്ച് ഇപ്പൊ അതിന് മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. പണ്ട് നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് പിടിച്ചതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ എന്നെനിക്കറിയണം. എന്നാൽ ഇനി ഒട്ടും സമയം കളയണ്ട, വേഗം വന്ന് എന്നെ പിടിക്കാൻ നോക്ക്. ഇംഗ്ലീഷ് മുട്ട തേജസ് സിംഗിനെ പിടിക്കാനാവില്ല മോനെ. ഇവൻ കാരണം ഞാൻ വീണ്ടും കുടുങ്ങി. ശിവ, ഇത് ആ തേജ് സിംഗ് ആണ്. ഈ കാര്യത്തെ കുറിച്ചാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ അവൻ ബാങ്ക് കൊള്ളടിക്കാണ്. അവൻ പറയുന്നു ഞാൻ ഓടിച്ചെന്ന് അവനെ പിടിക്കണമെന്ന്. ഇതൊക്കെ വലിയൊരു പുലിവാലായല്ലോ. തേജ് സിംഗ്, യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെ പറയരുത്. ഓടിച്ചിട്ട് പിടിക്കാൻ നോക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഓടി വന്ന് എന്നെ പിടിക്കടോ. പണ്ടത്തെ പോലെ നിങ്ങൾക്ക് ഓടാൻ പറ്റുമോന്ന് ഞാനൊന്ന് കാണട്ടെ. ഓടുന്നേ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട തേജസ് സിംഗിനെ ജയിക്കാനാവില്ല. ഓക്കേ, ഓൺ യുവർ മാർക്സ്, ഗെറ്റ് സെറ്റ്, ഗോ. ആദ്യം താൻ ഈ ബാഗ് ഒന്ന് പിടിക്കേ, എന്നിട്ട് പുറകെ അവിടെ നിൽക്ക്. എങ്ങോട്ടാ നീ ഓടുന്നേ? നീ എങ്ങോട്ടാ ഓടിക്കളഞ്ഞ തേജ് സിംഗ്? എന്നെ രക്ഷിക്കൂ, മോഷ്ടിച്ചു കൊണ്ടുപോയി, എന്നെ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി, രക്ഷിക്കൂ. അങ്ങനെ ഭാഗവത് ജ്വല്ലറി ഞാൻ കൊള്ളയടിച്ചു. ഇതും കൂടെ പിടിച്ചോ. ഇതും കൂടെ ഇരിക്കട്ടെ. ഇതൊരു ജ്വല്ലറിന്ന് കൊള്ളയടിച്ചതാന്ന്. എടോ, താൻ എവിടെയാണെന്ന് പറ. ഹലോ ലഡ്ഡു സിംഗ് സർ, ഇത്രയും ബാഗുമായിട്ട് എവിടേക്കാ പോകുന്നത്? ഞാൻ ആ തേജ് സിംഗിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അവൻ ചെന്ന് മോഷ്ടിച്ചു കൊണ്ടുവരും. എന്നിട്ട് ആ ബാഗ് എന്റെ അടുത്ത് തന്നിട്ട് അവൻ ഓടിക്കളയും. പെട്ടെന്ന് അവൻ എങ്ങനെ ഓടണമെന്ന് അറിയുന്നില്ല. എനിക്കൊരു അടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി നാളെ കാണാം. പിടിച്ചോണ്ടിരിക്കാനാണോ ഭാവം?
എനിക്ക് നിന്നെ എങ്ങനെ പിടിക്കാൻ സാധിക്കും? എനിക്ക് ശരിക്കും ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. എന്റെ അമ്മ. ഹലോ അങ്കിൾ, ആ ബാഗൊക്കെ താഴെ വെക്ക്. ഏയ് കുട്ടി, നീ എന്നെ പിടിക്കാൻ പോവാണോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ ചെറുക്കൻ അപകടം പിടിച്ച സാധനമാണല്ലോ. ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ ബുദ്ധി. ഇനി എന്നെ പിടിക്കേ. ഒരു മനുഷ്യർക്കും ഇത്ര സ്പീഡിൽ ഓടാനാവില്ല. ഇയാൾ എന്തോ ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. വരൂ, ഇയാൾ എവിടെയൊക്കെ മോഷണം നടത്തിയിട്ടുണ്ടോ അവിടെയുള്ള CCTV ഫുട്ടേജ് ഒക്കെ നമുക്ക് പരിശോധിക്കാം. ഇത് തന്നെയാ ആ ഷൂസ് കണ്ടോ? ഇത് ഇട്ടത് കൊണ്ടാണ് അയാൾക്ക് ഇത്ര സ്പീഡിൽ ഓടാൻ കഴിയുന്നത്. അയാളുടെ ഷൂസിൽ അയാൾ എന്തോ മെഷീൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ കള്ളനെ പിടിക്കാൻ നമ്മൾ എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാക്കിയേ പറ്റൂ. അടുത്ത തവണ അയാൾ മോഷ്ടിക്കാൻ വരുമ്പോൾ ലഡ്ഡു സിംഗിനെ എങ്ങനെയെങ്കിലും വിളിക്കാതിരിക്കില്ല. അല്ല, ഇനിയിപ്പോ എന്തിനാ അവൻ മോഷ്ടിക്കുന്നേ? അവൻ എന്തിനാ എന്നെ ഫോൺ വിളിക്കുന്നേ? പ്രശസ്തമായ 4 സ്ഥലത്ത് അവൻ മോഷണം നടത്തിയല്ലോ. പക്ഷെ ഒരുപാട് ചരക്കുകളൊന്നും കൊണ്ടുപോയിട്ടില്ല. വീണ്ടും അത് മോഷ്ടിക്കാൻ അയാൾ വരാതിരിക്കില്ല. എന്നാ ശരി, ഞാനിനി എന്താ ചെയ്യേണ്ടെന്ന് പറ ശിവ. ഒരു ഭാഗത്തുള്ള വഴി ആദ്യം യുടിയും തടയണം. ഒരു വശത്ത് രേവ, മറുവശത്ത് നിങ്ങൾ, പിന്നെ ഞാൻ അവനെ ട്രാപ്പ് ചെയ്തോളാം. നീ ട്രാപ്പ് ചെയ്യാൻ പാടില്ല ശിവ. നിങ്ങളെല്ലാവരും ചേർന്ന് അവന്റെ വഴി മാത്രം തടഞ്ഞാ മതി. ഞാൻ അവനെ ട്രാപ്പ് ചെയ്തോളാം. അവനെ എന്റെ ഇരയാണ്. എന്നാ ശരി, നിങ്ങൾ തന്നെ ട്രാപ്പ് ചെയ്തോളൂ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്ത് പറ്റി സാറേ? ഈ മെഷീനിൽ കയറി സാർ എന്തിനാ അങ്ങനെ ഓടുന്നേ? ആ തേച്ചിനെ പിടിക്കാനായി ഞാനിവിടെ ഓടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കല്ലേ. അവൻ എനിക്ക് എങ്ങനെയും പിടിക്കണം. ഓടി പിടിക്കാൻ എനിക്ക് നല്ല ആരോഗ്യം വേണ്ട എന്റെ പേടാറാമേ. അതിന് സാറ് ഓട്ടത്തിന് സ്പീഡ് കൂട്ടിക്കോ. സുഖമല്ലേ ലഡ്ഡു സിംഗ്? ഇത് തേച്ചും കാണല്ലോ. ഇത് സ്വിച്ച് ഓഫ് ചെയ്തേ. ബാറ്ററി ഇല്ലെങ്കിൽ പിന്നെ ഈ ഫോണിനകത്ത് എങ്ങനെ ബെല്ലടിക്കുന്ന ഞാനൊന്ന് നോക്കട്ടെ. അവൻ എനിക്ക് സൂചന തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവന് മോഷ്ടിക്കാനും പറ്റില്ല. സുഖമല്ലേ ലഡ്ഡു സിംഗ്? ഞാൻ പറയില്ല. ഞാൻ അവനോട് ഒരിക്കലും പറയില്ല. ഞാനിപ്പോ എങ്ങനെയുണ്ടെന്ന് അവനോട് ഞാൻ മറുപടി പറയേയില്ല. സുഖമല്ലേ ലഡ്ഡു സിംഗ്? ഞാൻ ഫ്യൂച്ചർ ജ്വല്ലറിയെ കൊള്ളയടിച്ച് അതിന്റെ മുൻപിൽ നിൽക്കുകയാണ്.
അവൻ മെസ്സേജ് അയക്കാൻ തുടങ്ങി. എനിക്കിനി പോവാതെ പറ്റില്ല. ശിവ, ലഡ്ഡു സിംഗ് എത്തിയല്ലോ. എന്നാ ഇനി നമുക്ക് തുടങ്ങാം. ഇല്ല, നോ 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 നോ. ഇത്തവണ ഞാൻ ഓടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ബൈക്കിലേ വരികയുള്ളൂ. ഓക്കേ, ആയിക്കോട്ടെ. എനിക്ക് ഇതൊക്കെ വെറും ജുജുബിയല്ലേ. വന്നോളൂ വന്നോളൂ. നീ വീണ്ടും വന്നോ? പക്ഷേ നിനക്കെന്നെ പിടിക്കാൻ പറ്റില്ല. ദേ പെണ്ണേ, അവിടെ നീ എന്താ ചെയ്യുന്നത്? അപ്പോ നീയും ഇവരുടെ കൂട്ടാളിയാണല്ലേ? എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല മോനെ. പോയി, അവൻ വീണ്ടും രക്ഷപ്പെട്ടു ഓടിക്കളഞ്ഞു. ഇല്ല 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 ഇല്ല. വേണ്ട 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 വേണ്ട. ലഡ്ഡു സിംഗ് സർ, എനിക്കോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എണിക്കാൻ നോക്കുകയാണ്. ഓ, നീ വേഗം എന്തായാലും ചെയ്തേ പറ്റൂ ശിവ. ഇത്തവണ ഞാൻ ചെയ്ത ട്രാപ്പിൽ ഞാൻ തന്നെ കുടുങ്ങി. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ നെർവസ് ആവേണ്ട കാര്യമില്ല. എന്റെ അടുത്ത് നല്ലൊരു പ്ലാൻ ഉണ്ട്. ഫോൺ എടുക്കണോ അതോ വേണ്ടയോ? എടുക്കണോ അതോ ഇപ്പൊ എടുക്കണ്ടായോ? ഫോൺ എടുത്തേക്കൂ സാർ, അല്ലെങ്കിൽ വീണ്ടും ആ പോസ്റ്റ്മാൻ ഇങ്ങോട്ട് വരും. എന്തായാലും വന്നു, ഇനി വീണ്ടും ഫോൺ ബെല്ലിങ്ങനെ അടിച്ചോണ്ടിരിക്കും. പിന്നെ നമുക്ക് ശിവയുടെ പ്ലാൻ അനുസരിച്ച് ജോലി ചെയ്യേണ്ടി വരുമല്ലോ. എന്നാ ശരി, ഇപ്പൊ തന്നെ ഫോൺ എടുത്തേക്കാം. അല്ലെങ്കിൽ എനിക്കതൊരു വലിയ പൊല്ലാപ്പാവും. ഓക്കേ. ഈട്ടാപ്പൊട്ടും ഇംഗ്ലീഷ് മുട്ട തേജ് സിംഗിനെ ജയിക്കാനാവില്ല. ഹലോ ലഡു സിംഗ്, സുഖമാണോ? ഇട്ടാപ്പൊട്ടും ഇംഗ്ലീഷ് മുട്ട, നിന്റെ തലയിൽ എന്താ വീണ് പൊട്ടാത്തത്? നീ എന്തിനാ വെറുതെ എന്നെ അങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്ന? കാര്യം എന്താച്ചാന്ന് തുറന്ന് പറഞ്ഞ് തൊലക്കേ. പറ, നീ ഇപ്പൊ എവിടെ നിക്കുന്നത്? ഞാനിപ്പോ അങ്ങോട്ട് വരാം, നിന്നെ ഞാൻ ശരിയാക്കാം. ഞാൻ സൗഭാഗ്യവതി ജ്വല്ലറിയുടെ മുൻപിൽ തന്നെയുണ്ട്. ശരിയാണ്, നീ ആ സൗഭാഗ്യവതിയായി അവിടെ തന്നെ ലൈൻ അടിച്ച് നിന്നോടാ. ഞാനാണെങ്കി ഇവിടെ ഈ കോന്തൻ പേടാറാമിനെ കാണുന്നേ. ശരിയാക്കാം, ഇപ്പൊ തന്നെ നിനക്ക് ഞാൻ ശരിയാക്കി തരാം. ഐ ഇനി നിനക്ക് രക്ഷയില്ല മോനെ. ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട, ഈ ലഡ്ഡു സിംഗിനെയും തോൽപ്പിക്കാൻ കഴിയില്ല. ഇനി നിങ്ങളെ കൊണ്ട് ഓടാൻ കഴിയില്ല അങ്കിൾ. ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സറണ്ടർ ആവുന്നതാണ്. നീ മിണ്ടിപ്പോവരുത്, എന്റെ അടുത്ത് അടുക്കാൻ നോക്കരുത്. നീ ഒറ്റയൊരുത്തനാണ് എന്റെ ജോലിക്ക് തടസ്സമാവുന്നത്. ഞാൻ ലഡ്ഡു സിംഗിന് വേണ്ടി മാത്രം വന്നതാണ്, നിനക്ക് വേണ്ടിയല്ല കുട്ടി. ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞതല്ലേ അങ്കിൾ, കുട്ടിയെന്ന് വിളിക്കരുത്.
എന്റെ അമ്മോ. ഇയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ കാണാനേ പറ്റുന്നില്ല. എന്താ ചെയ്യാ? ഇയാള് സ്പീഡിലാണല്ലോ ഓടുന്നത്. അപ്പൊ ഷൂസിൽ നിന്ന് ലൈറ്റ് തെളിയുന്നുണ്ട്. ഐഡിയ. അങ്കിൾ, ഇത് മതിയാക്കൂ. വെറുതെ ഇങ്ങനെ തല്ലുകൂടുന്നത് ശരിയല്ല. ഇല്ല, സമ്മതിക്കില്ല. ഇട്ട പൊട്ടും ഇംഗ്ലീഷ് മുട്ട തേജ് സിംഗിനെ ജയിക്കാനാവില്ല. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി ഞാൻ മേടിക്കില്ല. ഇട്ട പൊട്ടും ഇംഗ്ലീഷ്. ഇനി നീ ഒന്ന് ഓടാൻ നോക്കിയേ. ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിക്കണത് കണ്ടോ? ഓട ഓട്, വേഗം ഓട്, എണിക്കടാ. കണ്ടോ? ഇനി എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റും, ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട. ലഡ്ഡു സിംഗിനെ ഒരു കള്ളന്മാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല പൊട്ട.